റഷ്യ യുക്രൈൻ യുദ്ധം അനന്തമായി നീളുന്നു. 2022 ഫെബ്രുവരി 24-നായിരുന്നു റഷ്യ യുക്രൈനിൽ ആക്രമണം തുടങ്ങിയത്. യുക്രൈനെ നിസ്സാരമായി കീഴ്പ്പെടുത്താമെന്നാവും റഷ്യൻ പ്രസിഡന്റ് പുടിൻ കരുതിയിട്ടുണ്ടാവുക. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായ ചെറുത്തുനിൽപ്പാണ് യുക്രൈൻ നടത്തിയത്. ഇതോടെ യുദ്ധം 3 വർഷത്തിലധികമാണ് നീളുന്നത്. എന്ന് മാത്രമല്ല, ഇത് എന്ന് അവസാനിക്കുമെന്നറിയില്ല. യുദ്ധം ഇരു രാജ്യങ്ങൾക്കും വരുത്തിയത് കനത്ത ആൾനാശവും സാമ്പത്തിക നഷ്ടവുമാണ്. US-ൻ്റെ സഹായമാണ് യുക്രൈൻ്റെ ചെറുത്തുനിൽപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയത്. തുടക്കത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും അകമഴിഞ്ഞ് സഹായിച്ചു. എന്നാൽ US-ൻ്റെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് എത്തിയതോടെ എല്ലാം തകിടം മറിഞ്ഞു. ഏറ്റവും ഒടുവിൽ യുക്രൈന് നൽകുന്ന യുദ്ധസഹായം US താൽക്കാലികമായി മരവിപ്പിക്കുകയും ചെയ്തു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്ന പ്രഖ്യാപനത്തോടെയാണ് ട്രംപ് അധികാരത്തിലെത്തിയത്. റഷ്യയും യുക്രൈനും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷത്തിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കാൻ ഖത്തർ തയ്യാറാണെന്ന് റഷ്യയിലെ ഖത്തർ അംബാസിഡർ അഹമ്മദ് ബിൻ നാസർ ബിൻ ജാസിം അൽത്താനി പറഞ്ഞു. റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസിനോടാണ് അംബാസിഡർ ഖത്തറിൻ്റെ സന്നദ്ധത അറിയിച്ചത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ഗുരുതരമായ ഒരു അന്താരാഷ്ട്ര പ്രതിസന്ധിയാണ്. സംഭാഷണങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും സമാധാനം കൈവരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമാധാനപരമായ പരിഹാരത്തിനാണ് ഖത്തർ വിശ്വസിക്കുന്നത്. കൂടാതെ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയവും സൈനികവുമായ സംഘർഷ പരിഹാരത്തിനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഖത്തർ എപ്പോഴും തയ്യാറാണെന്നും അംബാസഡർ പറഞ്ഞു. ഖത്തർ റഷ്യ ബന്ധങ്ങളുടെ പ്രാധാന്യവും അംബാസഡർ എടുത്തു പറഞ്ഞു. പ്രാദേശിക ആഗോള സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും പിന്തുണയ്ക്കുന്നതിനുള്ള ഖത്തറിൻ്റെ പ്രതിബദ്ധതയും അംബാസഡർ ഊന്നി പറഞ്ഞു. ട്രംപിന് കഴിയാത്തത് ഖത്തറിന് കഴിയുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. തൻ്റെ ഇടപെടലിലൂടെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചാൽ അത് ലോകത്തിന് മുന്നിൽ തൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് കരുതിയിട്ടുണ്ടാവാം. യുക്രൈനുള്ള സഹായം നിർത്തുന്നതിന് പിന്നിലും ട്രംപിൻ്റെ സമ്മർദ്ദതന്ത്രമാണെന്ന വിലയിരുത്തലുണ്ട്.